ഓക്കെ, നമുക്കപ്പോ ഈ 1.2 ലിറ്റർ എഞ്ചിൻ ഒന്ന് ഓടിച്ചു നോക്കാം, അതിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സാമാന്യം തെറ്റില്ലാത്ത പവറുള്ള ഒരു വണ്ടി തന്നെയാണ് 1.2. കാരണം 1 ലിറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് അല്പം കൂടെ ഫണ്ണായിട്ടുണ്ട് ഈ എഞ്ചിൻ. 1 ലിറ്റർ അങ്ങനെയല്ല, 1 ലിറ്റർ പ്രാക്ടിക്കലി ഫാമിലി എന്താ പറയാ ആ ഒരു പവറൊക്കെ തരുന്ന ഒരു ഫാമിലിക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു എഞ്ചിനായിരുന്നു 1 ലിറ്റർ. പക്ഷെ 1.2 വന്നപ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഫണ്ണായി, കുറച്ചും കൂടെ പവർ കൂടിയിട്ടുണ്ട് അതിന്റെ. പിന്നെ ഇതൊരു AMG ആണ്, നിങ്ങൾക്ക് ഇപ്പൊ കണ്ടു കാണും ചെറിയൊരു ലാഗ് ഇതിനകത്ത് വരുന്നുണ്ട്. ഗിയർ മാറുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സാധാരണ ഉള്ള AMG അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ ട്യൂൺ ചെയ്ത് ബെറ്റർ ആക്കിയിട്ടുണ്ട് കമ്പനി. അതുകൊണ്ട് വലിയ രീതിക്കുള്ള ലാഗ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. 1.2 വന്നപ്പോഴത്തേക്ക് ഇതൊരു ഒരു സിറ്റിയിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈവേയിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് 100 എടുക്കുന്നുണ്ട് ഈ എഞ്ചിൻ, പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. ഇതുപോലെ AMG ഗിയർ ബോക്സ് ആണ് ഇത്. മാനുവൽ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വണ്ടിയായിരുന്നു. അത് ഒരു 3 സിലിണ്ടർ വണ്ടിയാണ്, 1 ലിറ്റർ പഴയ വാഗൺ, സെക്കൻഡ് ജനറേഷൻ വാഗൺ. അത് ഇപ്പൊ ഇതിപ്പോ 4 സിലിണ്ടറായി. അപ്പം ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന ഒരു വൻ കുതിച്ചു ചാട്ടത്തിലുള്ളൊരു പവറൊന്നും ഇതിനകത്തില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ കാറ്റഗറി പെടുത്താവുന്ന രീതിയിലുള്ള ഒരു വണ്ടിയായി മാറിയിട്ടുണ്ട്. ഒരു ഫൺ ഡ്രൈവ് തന്നെയാണ് ഈ വണ്ടി. പിന്നെ നമുക്ക് വിശാലമായൊരു ഗ്ലാസ് ഏരിയ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലുള്ള വ്യൂ ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. ആ ബോണറ്റ് നമുക്ക് കണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ സാധിക്കും. പക്ഷെ അതിന് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വൈപ്പർ ആ ഒരു അത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ബോണറ്റിന്റെ ആ ഒരു വിസിബിലിറ്റി അല്പം കുറയ്ക്കുന്നുണ്ടത്. എന്റെ കൂടെ ഒരു അപ്കമിങ് വണ്ടിപ്രാന്ത് ഇരിപ്പുണ്ട്. ആൾ ഈ സൈഡിൽ ഇരിക്കണം. അപ്പൊ ആ ആളുടെ സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അയാൾ ഒഴിവാക്കിക്കൊണ്ട് റിവ്യൂ മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് പുള്ളിയും കൂടെ വന്നിട്ടുണ്ട് ഇപ്പോ. പിന്നെ വണ്ടിയെ കുറിച്ച് പറയാൻ എനിക്ക് നാരോ റോഡുകളിലായാലും ഇപ്പൊ ചെറിയ ഗട്ടറുകളൊക്കെ ആണെങ്കിൽ തന്നെ പഴയ വണ്ടിയെ അപേക്ഷിച്ച് സസ്പെൻഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ബോഡി റോഡ് കുറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്നല്ല കുറഞ്ഞിട്ടുണ്ട്. മറ്റേ വണ്ടിയിൽ അല്പം വീതി കുറഞ്ഞിട്ട് ഹൈറ്റ് കൂടിയ രീതിയിലായിരുന്നു ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ ഇടുന്നത്. വളകളൊക്കെ വലിച്ചു വീശി എടുക്കുമ്പോൾ വണ്ടിയൊന്നും എന്താ പറയുക ബോഡി റോഡ് നമ്മളെ ഒന്ന് അലോസരപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോ ഡൈനാമിക്കലി ഈ വണ്ടി അല്പം ബെറ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീതി കൂടിയത് കൊണ്ടും അതിന്റെ ഹൈറ്റ് ഒരു അല്പം കുറഞ്ഞത് കൊണ്ടും തന്നെ ഈ ബോഡി റോള് കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് 1.2 ആയിട്ട് തന്നെ ഇന്ന് 3 ഫംഗ്ഷൻ ഉണ്ട്. ചെറിയ സ്പീഡുകളിൽ തന്നെ വണ്ടി കയറി പോകുന്ന ഒരു ഇതുണ്ട്. അതായത് ഇപ്പൊ ഈ ഒരു ചെറിയ കയറ്റം നമുക്ക് നോക്കാം. ഞാനിപ്പോ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാലും വണ്ടി ചെറിയ സ്പീഡിൽ വണ്ടി മുന്നോട്ട് നീങ്ങും. ആ ഒരു ക്രീപ്പ് ഫംഗ്ഷൻ ഈ വണ്ടിക്കും ഉണ്ട്. അതായത് നമുക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. പക്ഷെ 1.2 വണ്ടിയിൽ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് വെച്ചാൽ ഇതിപ്പോ സാമാന്യം നല്ലൊരു കയറ്റമാണ്. ഈ കയറ്റം തന്നെ ഞാൻ ആക്സിലേറ്ററിൽ നിന്നൊക്കെ കാലെടുത്തിട്ടുണ്ട്, ഒന്നും ചെയ്യില്ല. വണ്ടി വളരെ പതുക്കെ പിടിച്ച് കയറിപ്പോവും. ഇത് വളരെ രസകരമായ ഒരു അനുഭവമാണത്. അത് ഈ കാറ്റഗറി, അതായത് എനിക്കിപ്പോ എന്റെ ഒരു അഭിപ്രായത്തില് ഈ വണ്ടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇതിന്റെ മുകളിലുള്ള സെഗ്മെന്റിൽ പെട്ട വണ്ടികളുടെ, അതായത് ഇതിന് മുകളിലോട്ടുള്ളത്. നമുക്കിപ്പോ കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഈ സെഗ്മെന്റിലുള്ള ടിയാഗോ ഉണ്ട്, പിന്നെ നമ്മുടെ സാൻഡ്രോ ഉണ്ട്. അപ്പൊ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇതിന്റെ പവറും ഇതിന്റെ റൈഡിങ് കംഫർട്ടും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ടിയാഗോക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പൊ അതിനെയൊന്നും നമുക്ക് ഒന്നും പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വണ്ടിയെ കുറിച്ച് ആ വണ്ടി മോശമൊന്നല്ല പറയുന്നത്, ആ വണ്ടി വളരെ നല്ല വണ്ടിയാണ്. അതിന് എന്താ പറയുക, ഇതിനെ അപേക്ഷിച്ച് കുറച്ച് അധികം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ സേഫ്റ്റിയെ കുറിച്ച് പറയണമെങ്കിൽ പൊതുവേ നമ്മൾ കേട്ടിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പപ്പടമാണ്, വണ്ടിക്ക് കാര്യമായ സേഫ്റ്റി ഇല്ല എന്നൊക്കെയാണ് ഇപ്പൊ മാരുതി പൊതുവേ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ചീത്തപ്പേര്. പക്ഷെ എനിക്ക് അതിനോട് 100% യോജിക്കാനൊന്നും പറ്റത്തില്ല. ഇത് പപ്പടം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് ഓവറായിപ്പോകും. അങ്ങനെയൊന്നുമില്ല. ഈ വണ്ടി പഴയ വണ്ടിയെ അപേക്ഷിച്ച് ഇത് ഹാർടെക് പ്ലാറ്റ്ഫോമിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വെയിറ്റ് കുറച്ചിട്ടുണ്ട് സെക്കൻഡ് ജനറേഷനെ അപേക്ഷിച്ച്. പക്ഷെ എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇതിന്റെ ഫ്രണ്ട് ബോണറ്റൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ഹുഡിന്റെ ഒക്കെ വെയിറ്റ് കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണറ്റൊക്കെയാണ് ഫ്രണ്ടിലുള്ളത്. പിന്നെ ബാക്കിലുള്ള നമ്മൾ ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ വെയിറ്റ്. അപ്പോൾ വെയിറ്റ് കൂട്ടിയിട്ട് ഇതിന്റെ ചേസില് അവര് വെയിറ്റ്, അതായത് ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ അവർ വെയിറ്റ് കുറയ്ക്കുകയാണ് ചെയ്തത്. വെയിറ്റ് കുറച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
അതിന്റെ സേഫ്റ്റി കുറഞ്ഞൊന്നല്ല, അത് ഹാർടെക് പ്ലാറ്റ്ഫോമിൽ കരുത്തുറ്റൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അത്. അപ്പൊ സേഫ്റ്റിയുടെ കാര്യത്തില് മാരുതി ഒരുപാട് പിന്നോട്ടൊന്നും അല്ല. പിന്നെ ഇതിന് 2 എയർ ബാഗ് ഉണ്ട്. 2 എയർ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോപ്പ് എൻഡിലോട്ട് വരുമ്പോഴേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഓപ്ഷണൽ വേരിയന്റ് എടുക്കണം. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ വേരിയന്റിലും ഓപ്ഷണൽ എന്ന് പറഞ്ഞൊരു വേരിയന്റ് കൂടെ ഉണ്ട്. അത് ഉള്ളത് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 2 എയർ ബാഗ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റിന്റെ ഒരു ഫംഗ്ഷൻ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓപ്ഷണൽ വേരിയന്റ് തന്നെ പർച്ചേസ് ചെയ്യണം. അതിനകത്ത് കൂടിപ്പോയാൽ ഒരു 7,000-8,000 രൂപയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. 2 എയർ ബാഗ് നമുക്ക് കിട്ടുന്നതാണ്. എയർ ബാഗ് എപ്പോഴും നല്ലതാണ്. പിന്നെ സേഫ്റ്റി എന്ന് പറയുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സുകളുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ഡ്രൈവിങ്ങിനെയും കൂടെ അത് ബാധിച്ചിരിക്കും. നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് വണ്ടി ഓടിക്കുക, അനാവശ്യപരമായിട്ടുള്ള രീതിയിൽ ഉത്തരവാദിത്തമില്ലാതെ വാഹനം ഓടിച്ച എത്ര സേഫ്റ്റി ഉണ്ടെങ്കിലും നമുക്ക് സുരക്ഷ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറയാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ക്രീം ഫംഗ്ഷൻ. പിന്നെ ഈ വണ്ടി കുറച്ച് ഫണ്ണായിട്ടുണ്ട്. മുമ്പ് വാഗണർ ഒരു പക്ക ഫാമിലി കാറായിരുന്നു. അത് ഫണ്ണൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ അത് ഫണ്ണുമാണ്, പ്രാക്ടിക്കലുമാണ്, എല്ലാം കൊണ്ടും വാഗണർ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കുകളിലൊക്കെ നമുക്ക് ഈ AMG ആയതുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ AMG ഗിയർ ബോക്സ്. ഇപ്പൊ ഞാൻ ഈ വണ്ടിയെ ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ തന്നെ എന്റെ ഫ്രണ്ട്സിലൊക്കെ പറഞ്ഞത് മാനുവൽ തന്നെ നീ എടുക്കാൻ നോക്കി. കാരണം ഓട്ടോമാറ്റിക് എടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മളിൽ സ്കൂട്ടർ ഓടിക്കുന്നത് പോലെ തന്നെ വാഹനം ഓടിക്കേണ്ടി വരും. അതിലൊരു ഫണ്ണില്ല എന്ന് പറഞ്ഞ് എനിക്കും അങ്ങനെ തോന്നലുണ്ടായിരുന്നു. പിന്നെ ലേഡീസ് ഫ്രണ്ട്ലി ആണ് ഓട്ടോമാറ്റിക്. പിന്നെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് ആണ്. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഓട്ടോമാറ്റിക്കിലോട്ട് പോയത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇതിൽ ഫണ്ണിന് യാതൊരു കുറവുമില്ല. ഇതും ഫണ്ണ് തന്നെയാണ്. നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഈ വണ്ടിയുടെ പെർഫോമൻസ് ആയാലും റൈഡിങ് ആയാലും എല്ലാം കൊണ്ടും ഇതും ഫണ്ണ് തന്നെയാണ്. അത് നിങ്ങളും ഈ ഓട്ടോമാറ്റിക്കിനെ കുറിച്ചുള്ള ചീത്തപ്പേര് അതിൽ വീഴാതെ നിങ്ങളും അതിലോട്ട് വരണം. വന്ന ആ വണ്ടി ഓടിച്ച് നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊരു എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ മാരുതിയുടെ എൻട്രി ലെവൽ അല്ല. മാരുതിയുടെ എൻട്രി ലെവൽ വണ്ടി എന്ന് പറയുമ്പോൾ ആൾട്ട 500 പിന്നെ എക്സ്പ്രസ് ഒക്കെ ആയിരിക്കും. അപ്പോ ഇത് ആ തരത്തിലുള്ളൊരു വണ്ടിയല്ല, എന്നാലും വില കുറഞ്ഞൊരു വണ്ടിയാണ്. അപ്പൊ AMG ഗിയർ ബോക്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെതായ ചെറിയ ലാഗുകളൊക്കെ നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ വണ്ടിയിൽ എനിക്ക് പഴയ വണ്ടിയുമായിട്ട്, അതായത് സെക്കൻഡ് ജനറേഷനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറെ കാര്യങ്ങൾ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സാധാരണ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് തരാനാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ മാരുതി എന്തുകൊണ്ടോ കുറച്ച് കാര്യങ്ങൾ ഇന്ന് എടുത്തു മാറ്റി. അത് എനിക്ക് വിഷമമായ 2 കാര്യം എന്ന് വെച്ചാൽ ഇതിൽ 2 കപ്പ് ഹോൾഡർ 2 സൈഡിലുണ്ടായിരുന്നു. അത് വളരെ യൂസബിളും ആയിരുന്നു, കാണാനും നല്ല ക്യൂട്ടായിരുന്നു. അത് ഇപ്പൊ വന്നപ്പോ അത് ഇതിലില്ല. പിന്നെ വന്നത് നമ്മുടെ ഹെഡ് റെസ്റ്റ്. അത് അഡ്ജസ്റ്റബിൾ ആയിരുന്നു പഴയ വെർഷനിൽ. ഇതത് ഫിക്സഡ് ആക്കിയിട്ടുണ്ട്. പ്രാക്ടിക്കലി കുഴപ്പമൊന്നുമില്ല. ഇത് വളരെ നമ്മുടെ തലയൊക്കെ നല്ലപോലെ തട്ടിയിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബാക്കിലിരിക്കുന്നവർക്ക് ലോങ് ജേണിയിലൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു വിഷയമാണ്. പിന്നെ ഒരു നെഗറ്റീവ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടുമുള്ള സ്റ്റിംഗ്രേ എന്ന് പറഞ്ഞൊരു വേരിയന്റില് ഇതിന്റെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആയിരുന്നു. ഇപ്പൊ അവര് അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. പുതിയൊരു വേരിയന്റ് വരുമ്പോൾ എന്റെ ഇടയിൽ മാറി വരുമ്പോൾ അതും കൂടെ വെക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ടോപ്പ് എൻഡിലെങ്കിലും അവർക്ക് അലോയ് വീൽ കൊടുക്കായിരുന്നു, അതും ഇല്ല. പക്ഷെ നമുക്ക് ആക്സസറീസിൽ അലോയ് വീൽ ഉണ്ട്, നമുക്കത് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഒന്നും ഇല്ല. പിന്നെ ഈ വണ്ടി ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ റോഡിൽ നോക്കിയാൽ തന്നെ അറിയില്ല, ഒരുപാട് വാഗണർ അങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്നത് കാണാൻ പറ്റും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ വണ്ടി അത്രയും വിശ്വാസമുള്ള വണ്ടിയാണ്. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഈ വണ്ടി എനിക്ക് ഒരു തരത്തിലും, ഈ വണ്ടി എന്ന് വെച്ചാൽ ഇതിന്റെ തൊട്ട് മുമ്പുള്ള വണ്ടി അതാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്, യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നങ്ങളും എനിക്ക് തന്നിട്ടില്ല. വളരെ നല്ല ഒരു അതിന്റെ സർവീസ് ആയാലും വണ്ടിയുടെ കാര്യങ്ങളായാൽ തന്നെ ഒരു തരത്തിലും ഒരു പ്രശ്നങ്ങളും എനിക്ക് വന്നിട്ടില്ല. അതുപോലെയാണ് മറ്റുള്ള ഉപഭോക്താക്കളും. അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ഈ വണ്ടി ചൂസ് ചെയ്യുന്നത്. ഇത്രയും വർഷമായിട്ടും ഇതൊരു നിത്യഹരിത നായകനെ പോലെ തുടരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടിയെ കുറിച്ച് പറയുന്നത് ഇന്റീരിയർ സ്പേസ് നല്ലപോലെ വർദ്ധിച്ചിട്ടുണ്ട്. 5 പേർക്ക് സുഖമായിട്ട് ഈ വാഹനത്തിൽ യാത്ര ചെയ്യാം. മുമ്പൊക്കെ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സെക്കൻഡ് ജനറേഷനിൽ അടുത്തിരിക്കുന്ന കോ പാസഞ്ചറിന്റെ ഷോൾഡർ എന്റെ ഷോൾഡർ തട്ടുമായിരുന്നു. അവരെ നമ്മൾ ഗിയർ മാറുമ്പോഴൊക്കെ അവരെ കാല് ഒന്ന് അല്പം അങ്ങോട്ട് തള്ളി വെച്ചിട്ട് വേണം ഗിയർ മാറ്റേണ്ടത്. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. നല്ല ഒരു വീതി ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. ആൾക്കാർ കുറച്ച് അകലത്തോട്ടാണ് ഇരിക്കുന്നത്.
അത് ഈ വണ്ടി വലുതായത് കൊണ്ടാണ് ആ ഒരു ഗുണം കിട്ടിയത്. പിന്നെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് കഴിഞ്ഞ വണ്ടിക്ക് അത് 180 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് 340 സംതിങ് ആയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അതിനകത്ത്. എനിക്കൊന്ന് ബ്രസ്സേക്കാളും ഒരല്പം കൂടെ കൂടുതലാണ് ഈ ഹാച്ച് ബാക്ക് ആയ വാഗണറിന്റെ ബൂട്ട് സ്പേസ്. ഇങ്ങനെ നമുക്കൊരു ലോങ് ജേണിക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും ഈ വാഹനത്തിനകത്ത്. അങ്ങനെ ആ രീതിക്കും ഈ വണ്ടി ബെറ്ററാണ്. അപ്പോൾ നിങ്ങൾ ഈ സെഗ്മെന്റിൽ പെടുന്ന ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. മറ്റ് ഇതിന്റെ സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങളും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് വാങ്ങിക്കാവൂ. കാരണം ഇത് നമുക്ക് ഒരു ഫാൻ ഫൈറ്റോ അല്ലെങ്കിൽ എല്ലാം നോക്കി നമുക്ക് തീരുമാനിക്കുന്നതല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഇപ്പൊ ടാറ്റ ആയാലും ഹ്യുണ്ടായി ആയാലും മാരുതി ആയാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന വാഹനമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഈ വണ്ടി ഒരു വാല്യൂ ഫോർ മണിയാണ്. കാരണം എല്ലാ തരത്തിലും ഒരു പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ മാരുതിയിലെ എല്ലാവരും പറയുന്ന കാരണം വണ്ടിക്ക് മൈലേജ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി നോക്കാതെ ആണ് വാഹനം വാങ്ങിക്കുന്നതെന്നൊക്കെയാണ്. പക്ഷേ ഈ വണ്ടിക്ക് മൈലേജ് ഉണ്ടോയെന്ന് വെച്ചാൽ 20 പറയുന്നുണ്ടെങ്കിലും പവർ കൂടിയ ഒരു 20 ഒന്നും നമുക്ക് കിട്ടത്തില്ല ഓൺ റോഡിൽ. നമ്മളെ ഡ്രൈവിംഗ് രീതി പോലെ ഇരിക്കും. എനിക്കൊരു 70-80 അത്രയ്ക്ക് കിട്ടുന്നുള്ളൂ. അതൊക്കെയാണ് ഇത്. പിന്നെ സേഫ്റ്റി ഇല്ല പപ്പടമാണെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നത്. അതൊക്കെ ചില ആൾക്കാർ വെറുതെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി പറയുന്നതെന്ന് എനിക്ക് തോന്നുള്ളൂ. കാരണം അങ്ങനെയൊന്നും ഒരു വാഹനത്തിന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ വാഹനം അത്ര വിൽക്കത്തില്ലല്ലോ. അത്യാവശ്യം സേഫ്റ്റി ഉണ്ട്. 2 സ്റ്റാറേ ഉള്ളൂ. 5 സ്റ്റാർ കിട്ടുന്ന വാഹനങ്ങളുണ്ട്. ഇറ്റ്സ് ഗുഡ്. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരിക്കും എന്നേ പറയാൻ പറ്റും. അല്ലാതെ ഈ വണ്ടി അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഇത് ഇത്രയും വർഷം ഓടി തെളിഞ്ഞ ഒരു എഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു നെഗറ്റീവും ഇതിന് തൊട്ട് മുമ്പത്തുള്ള മോഡലും തന്നിട്ടില്ല. ഇതിപ്പോ പർച്ചേസ് ചെയ്തിട്ട് 1 വർഷമായി. അപ്പോൾ 1 വർഷം ആയില്ല. അപ്പോൾ ഇവനും അങ്ങനെയൊക്കെ തന്നെയാണ്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്നത് ഒരു നെഗറ്റീവും കിട്ടുന്നില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, നോക്കി വാങ്ങിക്കുക. സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ കേട്ട് ഒരു തീരുമാനം എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗണർ എന്ന് പറയുന്ന വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് നേരത്തെ പറയുന്ന ഒരു ഫാമിലി വണ്ടിയാണ്. അതിനേക്കാൾ ഉപരി ഈ വണ്ടിക്ക് ചില പ്രത്യേകതയുണ്ട്. അതായത് ഏത് ചെറിയ വളവായാലും തിരിവായാലും ട്രാഫിക് ആയാലും നമുക്ക് എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അത്രയും ടേണിംഗ് റേഡിയസ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് വാഗണർ. ഇവനിപ്പോൾ അല്പം വലുതായി കൂടിയും ആ ഗുണങ്ങളൊന്നും ഈ വണ്ടിയും മാറ്റിയിട്ടില്ല. ഇതും അതുപോലെയൊക്കെ തന്നെയാണ്. ചെറിയ റോഡുകളിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. മാത്രമല്ല ഈ വണ്ടി വളരെ ലേഡീസ് ഫ്രണ്ട്ലി ആയ വണ്ടിയും കൂടെയാണ്. അതായത് ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ റോഡ് നല്ലതുപോലെ കാണാം. ഈ ബോണറ്റൊക്കെ കാണാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നല്ല ജഡ്ജ്മെന്റ് ആണ് നമുക്ക്. അതായത് എവിടെയും കയറി തട്ടുവോ എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മുടെ കുഴിയിലിരിക്കുന്ന ഫീലിംഗ് അല്ല. ഇതൊരു ടോൾ വേ കൺസെപ്റ്റിലെ വണ്ടിയാണ്. ആ ഒരു രീതിയെ കൊണ്ട് തന്നെയാണ് ഇത് ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന 1.2 ലിറ്ററിലുള്ള വണ്ടി തന്നെ, എഞ്ചിൻ ഓപ്ഷനുള്ള വാഹനം തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് കുറച്ചും കൂടെ ഫണ്ണാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫാമിലി പർപ്പസ് ആയാലും ലോങ് ജേണിയൊക്കെ പോകുന്ന സമയത്തുള്ള ഒരു കംഫർട്ട് ആയാലും 1.2 ആണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഹൈവേയിലേക്ക് പോകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ 100 ടച്ച് ചെയ്യുന്നുണ്ട് ഈ വണ്ടി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ലോങ് ജേണിയൊക്കെ പോകാൻ സാധിക്കും. 1.2 ലിറ്റർ. എനിക്ക് അതിന്റെ ഒരു വ്യത്യാസം 1 ലിറ്റർ യൂസ് ചെയ്യുന്നത് കസ്റ്റമർ എന്ന നിലയിൽ എനിക്ക് വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ വണ്ടി. ഇതിന്റെ തൊട്ട് മുമ്പത്തെ ജനറേഷനെ വെച്ച് താരതമ്യപ്പെടുത്തി ഇന്ത്യയിലെ ടോട്ടലി അവർ മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയിലല്ല, വണ്ടിയെ അവർ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഇന്റീരിയറാണ്. അതായത് നമുക്ക് ഒരുപാട് ബീജല്ല, കുറച്ചൊരു വൈറ്റ് പോലൊരു കളറാണ്. പെട്ടെന്ന് അഴുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഒന്ന് കെയർ ആക്കി നിർത്തണം. പിന്നെ ഈ ഒരു ഭാഗം AC വെന്റൊക്കെ തന്നെ വളരെ ഭംഗി തോന്നിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു AC വെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇത്ര അടുത്തിരിക്കുന്നുണ്ട് തന്നെ ഇതിന്റെ കാറ്റ് നമ്മുടെ കയ്യിലടിക്കും. അപ്പോൾ ഡ്രൈവിങ്ങിന് അത് ചിലപ്പം ബാധിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെറിയൊരു പെർഫ്യൂം അറ്റാച്ച് ചെയ്തു. അപ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം മാറി. പിന്നെ AC ഒന്നും കുഴപ്പമില്ല. AC ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്വിക്ക് ആയിട്ട് തന്നെ ക്യാബിന് തണുപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഇന്ത്യയിൽ തന്നെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യാൻ പറ്റും. കമ്പനി തന്നെ മാരുതി തന്നെ അതിന്റെ ആക്സസറീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത്
ഇതിന്റെ സ്റ്റൈലിഷിങ് കിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് ഇവിടെയും പിന്നെ ആ ആംബ്രസ്റ്റിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് വെക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീൽ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ പുതുതായിട്ട് ഒരാൾ കയറി ഇരിക്കുമ്പോൾ തന്നെ ഇതൊരു വലിയ വണ്ടിയാണല്ലോ എന്ന് രണ്ടു മൂന്ന് പേര് എന്നെ ചോദിച്ചിട്ടുണ്ട്, പഴയ വാഗണറിനെ അപേക്ഷിച്ച്. തീർച്ചയായും ഇത് വലിപ്പം കൂടിയിട്ടുണ്ട്. ഇത് നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇത്ര ലെഗ് സ്പേസും ഹെഡ് സ്പേസും ഷോൾഡർ സ്പേസും ഒക്കെ ഉള്ള ഒരു വണ്ടി ഉണ്ടോന്ന് ഇല്ലെന്ന് തന്നെയാണ്. ഈ സെഗ്മെന്റിൽ ഇല്ല. ബൂട്ട് സ്പേസും സെഗ്മെന്റ് ബെസ്റ്റ് ആണ്. അപ്പൊ അത്രയൊക്കെയാണ് ഈ 1.2 ലിറ്റർ എഞ്ചിന്റെ വിശേഷങ്ങൾ. ഇതൊരു ഡ്രൈവിംഗ് കാറായി മാറിയിട്ടുണ്ട്, ഫാമിലി കാർ പ്ലസ് ഡ്രൈവിംഗ് കാറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ആക്കുക. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുന്നത്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. താങ്ക് യു.